തൊട്ടടുത്ത് ഒരു ചെയറും ഒഴിവില്ല എന്ന് ഉറപ്പുവരുത്തലാണ് ഈ മര്യാദകൾ പൂർണ്ണമായി പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിലെ ഏറ്റവും പ്രധാന ഘടകം. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. വളണ്ടിയേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് പുറത്ത് ഇവിടെ പ്രോഗ്രാം ആരംഭിച്ചത് അറിയാതെ നിൽക്കുന്ന ഏതാനും പ്രതിനിധികൾ കൂടിയുണ്ട്. അവർക്ക് ഈ വേദിയിലേക്ക് ഉള്ള വഴിയൊരുക്കേണ്ടത് വളണ്ടിയേഴ്സിന്റെ ചുമതലയാണ്. ഇവിടെ ക്യാമ്പസ് എക്സ്ക്ലൂസീവ് എന്ന മനോഹരമായ ചർച്ചയുടെ ആരംഭത്തിന്റെ തൊട്ടു മുന്നിലാണ് ഈ വെന്യൂ 1 എത്തി നിൽക്കുന്നത് എന്നറിയാത്ത ഏതാനും വളണ്ടിയേഴ്സ് പുറത്തുണ്ട്, ഏതാനും പ്രതിനിധികൾ പുറത്തുണ്ട്. അവരെ മുതിർന്നവരും അതേപോലെ തന്നെ വളണ്ടിയേഴ്സും, പന്തൽ വളണ്ടിയേഴ്സ്, ഇന്നലെ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട പന്തൽ വളണ്ടിയേഴ്സ്, അവർ ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കാണിക്കണമെന്ന് ഉണർത്തുകയാണ്. മുതിർന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേക സൗകര്യം ഒരുക്കാൻ വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കണം. മുതിർന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേക സൗകര്യം ഒരുക്കാൻ വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കണം. കുട്ടികളുടെ ഏരിയയിൽ അവരെ അവരെ ഇരുത്തേണ്ടത്. അവർക്ക് പ്രത്യേകമുള്ള VIP ഏരിയ നമ്മൾ നേരത്തെ ഇവിടെ നിശ്ചയിച്ചത് പുനഃസ്ഥാപിക്കണമെന്ന് വിനയപൂർവ്വം വളണ്ടിയേഴ്സിനെ ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ക്യാമ്പസ് ഡിസ്കഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. സമകാലിക ക്യാമ്പസ് പ്രതിനിധാനം ചെയ്യുന്ന സന്ദേശം, അത് മുന്നോട്ട് വെക്കുന്ന ദർശനം, ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികൾ, ജോലി, പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് തുടങ്ങിയ നമ്മുടെ ക്യാമ്പസിനെ സജീവമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തുറന്ന ചർച്ചയാണ് ഇവിടെ ആരംഭിക്കുന്നത്. കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥി സഹോദരങ്ങളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി വളരെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ അവരുടെ ഔദ്യോഗികമായ സമയക്കുറവിന്റെയും മറ്റു പരിപാടികളുടെയും ഒക്കെ ഇടയിൽ നിന്ന് നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഉന്നതമായ സ്ഥാപനം ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലെ ദീർഘകാലത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനും ഇപ്പോൾ സർവകലാശാലയുടെ ഡീൻ ഓഫ് റിസർച്ചുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള അക്കാഡമീഷ്യന്മാരുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ബഹുമാനനായ പ്രൊഫസർ പി മാധവൻ സർ, ലോകാരോഗ്യ സംഘടനയുടെ ശ്രദ്ധയിലേക്ക് സാന്ത്വന പരിചരണ ചികിത്സാ സംവിധാനം എന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ നോവും നൊമ്പരവും അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ജീവിതത്തിൽ സാന്ത്വനവും സമാശ്വാസവും നൽകി അവരെ ആശ്വസിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന പാലിയേറ്റീവ് ചികിത്സാ സംവിധാനത്തിന്റെ സൂത്രധാരനും അതിന്റെ ഉപജ്ഞാതാവും എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിലെ ഡോക്ടർ കെ സുരേഷ് കുമാർ തുടങ്ങിയ വിശിഷ്ടരായ 2 വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ ക്യാമ്പസ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അവരെ ആദ്യമായി ഞാൻ ഈ സംഘടനയ്ക്ക് വേണ്ടി, ഇതിന്റെ സംഘാടക സമിതിക്ക് വേണ്ടി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും വേണ്ടി ഹാർദമായി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അതിനു പുറമെ ക്യാമ്പസിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച്, ക്യാമ്പസ് മുന്നോട്ട് വെക്കുന്ന ദർശനത്തെ സംബന്ധിച്ച്, ക്യാമ്പസിന്റെ മത, സാമൂഹിക, രാഷ്ട്രീയ ചുറ്റുപാടുകളെ സംബന്ധിച്ച് ക്യാമ്പസിന്റെ പ്രതിനിധികൾ അതിന്റെ സ്പന്ദനങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതിനുവേണ്ടി നേരത്തെ പേര് നൽകിയതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു പുറമെ
ഈ സദസ്സിൽ നിന്ന് ഈ ഒരു ചർച്ചയിൽ ഭാഗവാക്കാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ അറിയിച്ച നമ്പറിലോ നമ്മുടെ സംഘാടകരുമായോ അവർ ബന്ധപ്പെടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അവർ സ്റ്റേജിന്റെ സമീപത്തേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഇവിടെ നമ്മുടെ വിദ്യാർത്ഥി പ്രതിനിധികൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഔപചാരികമായ തുടക്കം എന്നുള്ള നിലക്ക് ഈ ചർച്ചയുടെ ഒരു പ്രവേശിക നിർവഹിക്കപ്പെടുകയാണ്. പ്രൊഫഷണൽ വിദ്യാഭ്യാസവുമായി നേരിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ബന്ധം നമുക്ക് തോന്നാത്ത ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ ഭാഷാ പഠനം എന്ന് പറയുന്നത്. ആ ഭാഷാ പഠന സാധ്യതകൾ അതിന്റെ പുതിയ അർത്ഥത്തിലേക്ക് പുതിയ നൂറ്റാണ്ടിന്റെ സാഹചര്യങ്ങളും സാധ്യതകളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മവും ദൗത്യവും അത് ലോകത്ത് തന്നെ നിലവാരമുള്ള ഭാഷാ പണ്ഡിതരെ, ഭാഷാ പടുക്കളെ, ഭാഷാ എക്സ്പേർട്ടുകളെ ഉൽപ്പാദിപ്പിക്കുക എന്ന ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സാരഥ്യം വഹിക്കുന്ന ബഹുമാനനായ പ്രൊഫസർ ഡോക്ടർ പി മാധവൻ സർ നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയതിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. ഇരട്ടി മധുരം എന്ന് പറയാവുന്ന രൂപത്തിലുള്ള ഒരു സന്തോഷം നാളെ ഔപചാരികമായി ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം സെന്റർ പാണക്കാട് എജു ഹെൽത്ത് സിറ്റിയിൽ തുടങ്ങാനിരിക്കുകയുമാണ്. അതിന്റെ ഔപചാരികമായ സ്ഥല കൈമാറ്റ കർമ്മം നടക്കാനിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിന്റെ ഒരു മുഹൂർത്തത്തിൽ നിന്നുകൊണ്ട് അബ്ദുറഹ്മാൻ അല്പനേരം ഇതിന്റെ ഒരു ഔപചാരികമായ തുടക്കം എന്നുള്ള നിലക്ക് നമ്മളോട് സംവദിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയിലെ ആദരണീയനായ ഡീൻ ഓഫ് റിസർച്ച് പ്രൊഫസർ പി മാധവൻ അവർകളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. I should begin with a note of apology, because I wasn't scheduled to speak on this program. I happen to be here these days in connection with another function which is going to take place tomorrow, as already mentioned by the organizers. So, in a sense, I haven't come fully prepared to address a gathering like this. And it's my custom not to venture into giving a lecture unless I have had enough notice. Because as a serious academic, I think it is a crime to go to a gathering of this kind and try to extemporize. That is not the right thing to do. But I have been pushed into this situation by my students, to whom I cannot say a no. So I would request all of you to bear with me and excuse me for trying to talk to you in this fashion. I should also add a note of apology for not speaking in Malayalam. Not that I am not able to speak in Malayalam, even though I have been holding the status of a what I may call NRK, non-resident Keralite. I have absolutely no problem speaking in my mother tongue. I have been a teacher of English for the past 35 years, but that hasn't in any way dented my ability to use my own mother tongue. I would like to say that with a touch of pride.
But the reason why I chose to speak to you in English is that the organizers said there are many participants here who come from outside Kerala. I don't want to leave them out of the deliberations that are happening in this conference. I should also share with you that I was rather ignorant of the existence of ProfCon until I was told about it 2 or 3 days ago. That is, I am to blame. This is the 17th conference, I am told. For some reason or the other, it never got into my notice that there is such a thing happening year after year in various centers. I was really happy to note that there are so many students doing professional courses coming to there every year to share their views on matters which are of great concern to every one of us. In the present scenario where there is a very visible erosion of values among the student community and among the professionals, to have a group of dedicated young men working in the direction of restoring these values is a very heartening thing. So I wish to share my sense of joy at the recognition of the existence of such a very active group of people here. And I take it as a matter of privilege that I have been given this opportunity to come and talk to you. I understand that the topic of this session is the problems, challenges that you face in a university campus. The campus life is the topic, as I understand it. Well, as a student several years ago, and later as a teacher working in a university, I have been part of campus life in both the roles. And believe me, the campus where I work today is full of all kinds of problems, and often I find myself in the thick of things. Reflecting on the nature of a campus which is politically active, I find that a student who is sensitive to the social issues, socio-political issues around us will always be facing a kind of challenge. On the one hand, as a student, as someone in academics, I'm talking about students who are at the higher levels, like doing post-graduation or even research. One cannot close one's eyes to the day-to-day issues that confront you as a member of the society. On the other hand, you are aware of the fact that your primary purpose of being on the campus, being part of the student life, is to concentrate on your studies. So there is always a constant tussle between the two. And I do get to see this on a daily basis on the campus in which I live. And I also happen to be in charge of the research programs at our university. Let me tell you a few things about the university, which is a kind of a unique university in not only in India, in the whole of Asia, I would say. Ours is a university which is set up exclusively for the study for teaching and research in languages. It is known as the English and Foreign Languages University. So unlike many other universities that you are familiar with, we do not have other disciplines, only languages. English is a major part of that, and along with English, today we have as many as 11
other foreign languages, European languages as well as Asian languages like Japanese, Korean, Chinese, Arabic, which is spoken in very many countries. And of course, we have languages like the better known European languages like French, German, Spanish, Russian, and Italian. Even Portuguese is being set up. So we are living in a campus, on a campus which has students belonging to all these different languages. And recently, the national language of our country, Hindi, has also been added to that. One doesn't know whether to call it a foreign language. It's not a foreign language, but the university has the name English and foreign languages. So Hindi is difficult to fit in. Anyway, so what I was trying to say, from observing the happenings that are unfolding in our university, some of which you may also have read about in the newspapers in recent times, it's a politically surcharged kind of place that we live in. And increasingly, students are engaging with social issues, which is a good thing in a sense. If you look at the history of student movements all over the world, the students have been in the forefront of bringing about social revolutions, especially when you are young, in the 20s, so to say. Every right-thinking individual is seized of matters that have to do with notions like equality, liberty, and so on. So, in other words, social justice invariably becomes a main concern in your agenda. And in recent years, even in English studies, let me try to focus on that. What is happening in the research realm of English is something which is quite revealing. And our university happens to be in the leadership for that kind of changes. There was a time when I was a student of English literature some 3 decades ago, it was taken for granted that research meant going in depth in the study of a particular novel or a play, or in other cases, take the whole bunch of works of a particular author and conduct an in-depth analysis and commentary on that. That was recognized as doing research. But over the years, this has changed. Now is the time when research focuses essentially on interdisciplinary tools. Someone who wants to do research in English literature cannot restrict himself to English literature per se. Literature is, after all, the product of a society, a living, throbbing society. So the issues that confront you in daily life will have an effect on your perception of what is valuable literature. This, over the years, has made possible several micro studies, so to say. And thereby arose a new discipline called cultural studies, which some of you at least may be familiar with. At least you may have heard the term. Cultural studies is something which encompasses literature and many other things. And this is now the more, the trend in these studies. Which again I think is a nice thing. But only, like every good thing, this also has a flip side. One can get caught up with these issues
and you could be taken too far in it. As I mentioned at the beginning, one needs to strike a balance. A serious research student has to, at some point or the other, strike a balance and tell himself or herself that what you are doing, what one is doing, is an academic kind of exercise. It has its social angle, social sides, but it is always good to bear in mind that you have to draw the line somewhere. Otherwise, you will be wasting your time. Because one should also try to build a career out of it. So, this is what I thought I will share with you as an initial comment. And since this is more in the form of a discussion rather than a platform lecture, I would be happy to take questions or give clarifications to points that you want to raise to the best of my ability. Thank you for the patient hearing. Thank you, sir. Thank you very much. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് വെക്കുന്ന പുതിയ പഠന ഗവേഷണ തൊഴിൽ അവസരങ്ങളെ സംബന്ധിച്ചാണ് ബഹുമാന്യനായ പ്രൊഫസർ പി മാധവൻ സർ, ഡീൻ ഓഫ് റിസർച്ച്, വിശദീകരിച്ചത്. വളരെ ചെറിയ ഇടവേളയിൽ നമ്മുടെ ഈ സമ്മേളനത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ വരാനും നമ്മളോട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും അദ്ദേഹം കാണിച്ച നല്ല മനസ്സിന് നന്ദി പറയുന്നു. നമ്മുടെ ഈ ചർച്ച ഇവിടെ ഔദ്യോഗികമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ, അവരുടെ സുഹൃത്തുക്കൾ, ഈ വിഷയത്തെ നമ്മളോട് കാര്യങ്ങൾ പങ്കുവെക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, അതിനു പുറമെ സദസ്സിൽ നിന്ന് വരാവുന്ന അഭിപ്രായങ്ങൾ, സജഷനുകൾ എല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു ക്യാമ്പസ് ചർച്ച ഇവിടെ തുടങ്ങിവെക്കുകയാണ്. നിങ്ങളുടെ പൂർണ്ണമായ ഒരു ശ്രദ്ധയും സഹകരണവും സ്വാഭാവികമായി വരും കാലത്ത് നമ്മുടെ ക്യാമ്പസുകളുടെ വളരെ നല്ല ദിശയിലുള്ള ഗമനത്തിന് ഉപകരിക്കും എന്നുള്ളതുകൊണ്ട് ഈ ചർച്ച ഞാൻ ആദ്യം നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളിൽ നിന്ന് തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയ ഭാഗം വിദ്യാർത്ഥികൾ വലിയ പ്രതീക്ഷയോടെ ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് പേരോട് മത്സരിച്ചാണ് യഥാർത്ഥത്തിൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുന്നത്. അത് ലഭിക്കാതെ നിരാശപ്പെടുന്നവരും ലഭിക്കാത്തതുകൊണ്ട് മാത്രം മറ്റു പല കോഴ്സുകളും തിരഞ്ഞെടുക്കേണ്ടി വരുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. മാസങ്ങളായി, വർഷങ്ങളായി പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ തങ്ങളുടെ പഠന മേഖലയിൽ ഏർപ്പെടുന്ന, സജീവമായി ഇടപെടുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെ നിങ്ങൾ അതിനോട് പ്രതികരിക്കുമെന്നുള്ളതാണ് ഈ ചർച്ചയുടെ തുടക്കം. നാം തിരഞ്ഞെടുത്ത കോഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏരിയ കൊണ്ട്, നാം ഉദ്ദേശിക്കുന്ന ഈ പഠന മേഖല കൊണ്ട് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നമ്മൾ മുന്നിൽ കാണുന്നത്? നമ്മുടെ ഈ പഠനം, ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകമായി നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിക്ക് മറ്റു ശാസ്ത്ര വിദ്യാർത്ഥികളെക്കാളും മറ്റ് മാനവിക വിഷയങ്ങൾ പഠിക്കുന്ന, ഭാഷാ വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കാളും പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, അവരിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഈ പഠനം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുക? എന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കും? ഇതാണ് ഈ ചർച്ചയുടെ ഒരു തുടക്കം. അതിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പങ്കുചേരുകയും അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മൈക്ക് ആർക്ക് തുടങ്ങാം? പ്രൊഫഷണൽ വിദ്യാർത്ഥികളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സ്റ്റുഡന്റ് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? അപ്പൊ ചർച്ച തുടങ്ങുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ പേരും ക്യാമ്പസും പരിചയപ്പെടുത്തിയിട്ട് പ്രവേശിക്കാം. ആ മൈക്കൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നവാസ്.
ഞാൻ ആംഗ്ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആണ്. ഐ കംപ്ലീറ്റഡ് മൈ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് വിദേശത്താണ്. പക്ഷേ വിദ്യാർത്ഥികളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു ഇന്ത്യൻ ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ നിന്ന് ഫോറിൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ സമൂഹത്തിൽ ഓരോ വ്യക്തിയും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രധാനമായിട്ടുള്ള ഉദ്ദേശങ്ങളെന്ന് പറഞ്ഞാൽ അവന്റെ വ്യക്തിപരമായ ജീവിതവും അവന്റെ സാമൂഹ്യപരമായ ജീവിതവും അവന്റെ കുടുംബപരമായും അവന്റെ എല്ലാ മേഖലയിൽ തന്നെ അവന്റെ കഴിവ് തെളിയിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം പ്രൊഫഷണൽ വിദ്യാർത്ഥി ഒരു കോളേജിൽ മുന്നോട്ട് പോകേണ്ടത്. കാരണം നാളെ ഈ വിദ്യാർത്ഥികളുടെ ഒരു സമൂഹം വരേണ്ടതുണ്ട്. ആ സമൂഹത്തെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു കുടുംബം എന്നുള്ളത് ആ വിദ്യാർത്ഥികളുടെ ഒരു ലൈഫിലൊരു പാർട്ടായി മാറുന്നുണ്ട്. സോ എനിക്ക് മനസ്സിലായത് വിദേശത്തൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ദേ ആർ സെൽഫ് ലേണിംഗ് ആൻഡ് സെൽഫ് ഏർണിംഗ്. അവർ തന്നെ പഠിക്കുകയും അവർ തന്നെ ഏൺ ചെയ്യുകയാണ് അറ്റ് എ ടൈം. വേർ ദ ട്രഡീഷണൽ സിസ്റ്റം ഓർ ഇന്ത്യൻ സിസ്റ്റം ഈസ് following such that the main stakeholders is their parents ആണ് അവർക്ക് ഫണ്ട് ചെയ്യുന്നത്. അപ്പോ എനിക്ക് മനസ്സിലാവുന്നത് ഒരു സീരിയസ്നെസിന്റെ കുറവ് ഇന്ത്യൻ ട്രഡീഷണൽ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായേക്കാം എന്നാണ്. ഇറ്റ് മൈറ്റ് ബി നോട്ട് ഐ എം നോട്ട്. നവാസ് ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായി അവരുടെ പഠന മേഖലയിൽ ജോലിയെ സംബന്ധിച്ചുള്ള ഒരു ഗൗരവതരമായ ഒരു സമീപനം കുറഞ്ഞു വരുന്നുണ്ട്, അല്ലെങ്കിൽ സീരിയസ്നെസ് കുറവാണെന്നുള്ളതാണ്. സ്വാഭാവികമായി ഇത് ഏതെല്ലാം അളവിൽ നമ്മുടെ ക്യാമ്പസിൽ, നമ്മുടെ ഇന്ത്യൻ ക്യാമ്പസുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സർക്കാരും സംവിധാനവും സമൂഹവും പ്രതീക്ഷിക്കുന്ന ഒരളവിലേക്ക് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ഉയരുവാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്യാമ്പസിന്റെ ഒരു പരിസരത്ത് നിന്ന് ആരെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അൽതാഫ് യൂസഫ്. ഞാൻ NIT കാലിക്കറ്റ് ഫൈനൽ ഇയർ ഇലക്ട്രോണിക്സ് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ 8th സെമിസ്റ്റർ BTech ചെയ്തുകൊണ്ടിരിക്കുന്നു. പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒരുപാട് കുട്ടികൾ 10ാം ക്ലാസ് +2 എന്നിവയിൽ ഉന്നതമായ മാർക്ക് നേടിയ ശേഷം എൻട്രൻസിന് നല്ല റാങ്കും മേടിച്ച് പല കോളേജുകളിലും അഡ്മിഷൻ നേടുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ ഏതാണെങ്കിൽ തന്നെയും വിദ്യാർത്ഥി പ്രാതിനിധ്യം കൊണ്ട് ഒരുപാട് സജീവമാണ് ഇന്ന് ആ മേഖല, പ്രൊഫഷണൽ മേഖല. പക്ഷെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഇങ്ങനെ 90-95% മാർക്ക് മേടിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് അവരുടെ പെർഫോമൻസിൽ ഒരു ഡിക്ലൈൻ ഉണ്ടാകുന്നതായിട്ട് പലപ്പോഴും കാണുന്നു. ഇതിന്റെ ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കിയത്, ഒരു ഷോർട്ട് ടേം ഗോളിന്റെ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവരെല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട്. വളരെ ശ്രദ്ധാഹമായ ഒരു വിഷയത്തിലേക്കാണ് നമ്മുടെ സുഹൃത്ത് കോഴിക്കോട് NITയിൽ അൽതാഫ് യൂസഫ് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്. ഒരുപാട് മത്സര പരീക്ഷകളിൽ ഒരുപാട് പേരോട് മത്സരിച്ച് എത്തുന്ന വിദ്യാർത്ഥികൾ പെട്ടെന്ന് അവരുടെ ഒരു പ്രകടന ക്ഷമത കുറഞ്ഞു പോവുകയും അവരുടെ മത്സരിക്കാനുള്ള കഴിവ് തളർന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ, വേണ്ടത്ര ഒരു ഫലം സമൂഹത്തിന് ലഭിക്കാതെ പോകുന്നുണ്ട്. അപ്പൊ അവരുടെ ലക്ഷ്യം വളരെ പരിമിതമാണ്. ഒരു ഉന്നതമായ ലക്ഷ്യങ്ങൾ അവരുടെ മുന്നിലില്ല എന്നുള്ള ഒരു സൂചനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തോട് പ്രതികരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് സദസ്സിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ്. പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തോട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു അവസ്ഥയുണ്ടോ, അതല്ല വളരെ ഉന്നതമായ ലക്ഷ്യങ്ങൾ പുലർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പഠിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഇതിൽ നിങ്ങളുടെ പ്രതികരണം കമന്റ് ഒരു സെന്റൻസിൽ 1-2 സെന്റൻസിൽ വിശദീകരിക്കണം. പെൺകുട്ടികളുടെ ഭാഗത്ത് പേരും ക്യാമ്പസും ചുരുക്കി പരിചയപ്പെടുത്തുക, വിഷയത്തിലേക്ക് കടക്കുക. പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവേണ്ട, അവരിൽ നിന്ന് ലഭിക്കേണ്ട പ്രയോജനം സമൂഹത്തിന് ലഭിക്കാതെ പോകുന്നതിന് പിന്നിൽ വളരെ പരിമിതമായ ലക്ഷ്യങ്ങൾ മാത്രം മുന്നിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് അവർക്ക് സമൂഹത്തോടോ രാഷ്ട്രത്തോടോ ഉള്ള പ്രതിബദ്ധത, അതിനപ്പുറത്ത് ഉണ്ടാവേണ്ട മറ്റു ബാധ്യതകളൊന്നും ഉണ്ടാകുന്നില്ല എന്ന ഒരു വിമർശമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനോടുള്ള പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗേൾസിന്റെ ഭാഗത്ത് മൈക്ക് ഓൺ ആക്കി കൊടുക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നജ്മ. ഞാൻ കോട്ടക്കൽ VPSV ആയുർവേദ കോളേജിലാണ് പഠിക്കുന്നത്. 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്.
ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഇവിടെ കണ്ടുവരുന്ന ഒരു രീതി എന്താന്ന് വെച്ചാൽ, 10ാം ക്ലാസ് വരെ പഠിച്ച് വേറെ ഓപ്ഷനൊന്നുമില്ല, +2 സയൻസ് എടുത്ത് അതുപോലെ തന്നെ ഒരു ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ റിപ്പീറ്റ് ചെയ്യുന്നു, ഒന്നുകിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഈ മേഖലയിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നു. ഈ ഒരു ഓപ്ഷൻ അല്ലാതെ മറ്റു ഓപ്ഷൻ മാതാപിതാക്കളോ കുട്ടികളോ ഈ 2 ഓപ്ഷൻ അല്ലാതെ വേറെ ഒരു ഓപ്ഷനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യാനോ അത്രയും വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കാനോ അങ്ങനെയുള്ളൊരു സെറ്റിംഗ് നടത്തേണ്ടത് മാതാപിതാക്കളാണ്. മതപരമായിട്ടായാലും സാമൂഹിക സേവന രംഗത്തായാൽ പോലും മാതാപിതാക്കൾക്കാണ് ആദ്യം അങ്ങനൊരു ബോധം ഉണ്ടാവേണ്ടത്. എന്നിട്ട് അവരത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ ആ വഴിയിൽ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോ എല്ലാ തരത്തിലും ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയിൽ മാത്രമല്ല, അതിന് മുകളിലുള്ള തലമുറയിൽ കൂടി ആ ഒരു അവബോധം, സാമൂഹിക സേവനം, മതപരമായ മുന്നേറ്റം, ഈ ഒരു ബോധം ആ ലെവലിലൂടെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ലെവലിലൂടെ ഉണ്ടാക്കുന്നതായിരിക്കും ഇപ്പൊ ഉള്ള തലമുറയ്ക്ക് കൂടുതൽ ലക്ഷ്യബോധം വരാൻ ചെയ്യേണ്ട ഒരു ഒന്നാമത്തെ കാര്യം. നമ്മുടെ വിദ്യാർത്ഥി തലമുറക്ക് എങ്ങനെ ലക്ഷ്യബോധം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ചർച്ചകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ചോദ്യം ഒന്നുകൂടെ ഷാർപ്പാക്കുകയാണ്. നമ്മളെന്താണ് നമ്മുടെ പ്രൊഫഷൻ കൊണ്ട്, എല്ലാവരും പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്നതാണ്, വളരെ ലളിതമായി ചോദിച്ചാൽ നമ്മുടെ പ്രൊഫഷൻ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഓരോ ആളുകൾ നമ്മൾ പ്രൊഫഷൻ കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു, കുറെ കൂടി ഈ വിഷയത്തിൽ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ കുറെ കൂടി വ്യക്തത വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ നമ്മുടെ പ്രൊഫഷൻ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഞാൻ IAS എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കണ വെച്ചാൽ, ഇപ്പൊ ഞാനൊക്കെ എഞ്ചിനീയറിംഗ് ചേരാനായിട്ട് മുപ്പിട്ട്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് സെലക്ഷൻ കിട്ടാനായിട്ട് മുപ്പിട്ട്, ഒരു എഞ്ചിനീയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് അത് എഞ്ചിനീയറിംഗ് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെയാണാവും. വെച്ചാല് നമുക്കൊരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നന്നാക്കാൻ വന്നിട്ടുള്ള ആളൊരു പ്ലംബർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്തെങ്കിലും ആണ്, ആള് നന്നാക്കി പോകും. പക്ഷെ ആള് ഇലക്ട്രിക്കിന്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണെന്ന് വെച്ചാൽ അയാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം വെച്ചാല് ജസ്റ്റ് ഈ ഒരു പ്ലംബർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനോ ഡിപ്ലോമ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യണാട്ടോ കൂടുതൽ നമ്മൾ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കണേ. അപ്പൊ ഇത് എങ്ങനെ മാറിയ വെച്ചാല്, നമ്മളിപ്പോ എഞ്ചിനീയറിംഗ് പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ തൊട്ടപ്പുറത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ തന്നെ അവിടെ ഇരിക്കണം എന്നുള്ളത്. പക്ഷെ അവര് അത് അങ്ങനെയൊന്നും ചെയ്യണ കാണാനല്ല, അവര് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ തന്നെ അവര് പറയണില്ല. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ അവനവനെടുത്ത വിഷയം അല്ലെങ്കിൽ അവനവന് ഡീൽ ചെയ്യേണ്ട ഇതുവരെ പഠിച്ചിരുന്ന കാര്യം അവർക്കത് പ്രാവർത്തികമാക്കാന് അല്ലെങ്കിൽ ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അത് ആസ്വാദനം എന്നുള്ളത് അവർക്ക് വെറും പരീക്ഷ പഠിച്ച് ജയിച്ചാൽ മാത്രം കിട്ടുന്നതല്ല, അത് പ്രാക്ടിക്കലായിട്ട് അവര് ചെയ്ത് കുറച്ച് തഴക്കം വരേണ്ടതാണ്. അതിനുള്ള അവസരം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ഒന്നാമത് നമ്മൾ ടെക്നിക്കലി നമ്മളെ കേരളത്തിലെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണത് ഇപ്പോഴാണ് ഒന്നുകൂടിയും ഊർജിതമായിട്ട് വന്നത്. അതിനു മുമ്പേ സാധാ എന്താ കാര്യങ്ങൾ വെച്ചാൽ അതിലെന്തെങ്കിലും തട്ടിക്കൂട്ടിട്ടൊക്കെ കൊണ്ടാണ്. കാരണം ഇപ്പൊ ഒരു ഒരു എഞ്ചിനീയർ മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ടൊന്നും പ്രവർത്തനങ്ങളൊന്നും ചെയ്യലില്ല. ഇപ്പൊ ചേഞ്ച് വരേണ്ടതെന്ന് വെച്ചാലും കുറെ ആൾക്കാര് ആ മേഖലയിൽ വന്നിട്ട് ഒന്നും കിട്ടാണ്ടൊരു പണിയില്ലാണ്ടിരിക്കുമ്പോ ബാക്കിയുള്ളവരും ഡെസ്പ് ആവാൻ ഒരു കാര്യമുണ്ട്. അപ്പൊ മെയിനായിട്ട് എന്താ വെച്ചാൽ നമ്മള് സഹായത്താക്കിയിട്ടുള്ളത് ആസ്വദിച്ച് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ആ ആസ്വാദനത്തെ നമുക്ക് കൂട്ടു നിൽക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മതപരമായിട്ട് നമുക്ക് ആത്മീയമായിട്ടും ഇതൊക്കെ ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്നത്. അത് നമ്മളെ ടെൻഷൻ കുറക്കും. അതുപോലെ തന്നെ വർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു തത്വത്തിലാണ് അദ്ദേഹം മുന്നിട്ടുള്ള. ആ ഒരു വിഷയത്തെ കുറിച്ച് തന്നെ എഞ്ചിനീയറിംഗ് രംഗത്തുള്ള ഒരു വിദ്യാർത്ഥിയാണ്, മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്താണ് അതിൽ നിന്ന് അവരുടെ പ്രൊഫഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കേട്ടാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റബീസ് റബ്ബാനി. ഗവൺമെന്റ് DD മെഡിക്കൽ കോളേജ് ആലപ്പുഴ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. സാർ ചോദിച്ച പോലെ നമ്മുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ കൊണ്ട് ഇത് പഠിച്ചു കഴിയുമ്പം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന നിലക്ക് തന്നെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കോഴ്സ് ചേരുന്ന മുതലേ അല്ലെ അതിനു മുമ്പേ ഈ കോഴ്സിനോട് ഒരു ആഗ്രഹം ഉണ്ടാകാൻ കാരണം ഈ മെഡിക്കൽ ഫീൽഡ് അല്ലെ ഒരു ഡോക്ടർ എന്ന നിലക്ക് സൊസൈറ്റിയിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ
നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാം. മീൻസ് സോഷ്യൽ സർവീസ്, അതായത് പാവപ്പെട്ട പേഷ്യൻസിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക. അവർക്ക് അതിൻ്റെതായ രീതിയിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ സമയത്ത് കാണുന്നത് പല ഡോക്ടേഴ്സും പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചിന്താഗതികളുണ്ടെങ്കിലും പഠിച്ചു കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു മെജോറിറ്റി ഡോക്ടേഴ്സ്, മുഴുവൻ അങ്ങനെയെന്ന് പറയുന്നില്ല, എന്നാലും ഒരുപാട് ഡോക്ടേഴ്സ് സോഷ്യൽ സർവീസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമെങ്കിലും അത് കഴിഞ്ഞാൽ സ്വന്തം പേഴ്സണൽ എക്സിസ്റ്റൻസ്, അതായത് കാശുണ്ടാക്കണം എന്നുള്ള ചിന്താഗതി മാത്രമാണ്. എന്നാൽ എനിക്ക് ആ രീതി അല്ലാതെ എന്റേതായ രീതിയിൽ ഇവിടെയും പരലോകത്ത് ഉപകാരപ്പെടുന്ന രീതിയിൽ, സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ചിന്തിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നാൽ ഈ കാലത്ത് നമ്മുടെ ക്യാമ്പസിൽ എത്തിപ്പെട്ടാൽ ഏതൊരാളും ഇത്തരം ഒരു നല്ല ചിന്താഗതിയുള്ള ഒരു വ്യക്തിക്ക് പോലും ആ ചിന്താഗതികളിൽ നിന്നും മാറിയിട്ട് പിന്നെ ഈ ഭൗതികപരമായ കാഴ്ചപ്പാടുകളും സ്വന്തം ചിന്തകളിലേക്കും വഴിതെറ്റിക്കുന്ന പല ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോഷ്യൽ സർവീസ് പ്രത്യേകിച്ചും ഒരു മെഡിക്കൽ പ്രൊഫഷൻ എടുത്ത ഒരാളുടെ ഭാഗത്ത് നിന്നുള്ള സോഷ്യൽ സർവീസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ വിശദീകരിച്ചത്. നമ്മൾ ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള വ്യത്യസ്തമായ ഒരു സംരംഭത്തിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇവിടെ സോഷ്യൽ സർവീസിനെ കുറിച്ച് ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് സോഷ്യൽ സർവീസിനെ കുറിച്ചുള്ള ആഗ്രഹത്തെക്കുറിച്ചും പറയുകയുണ്ടായി. ഏതായാലും അതൊരു സർവീസ് എന്നുള്ള ആ ഒരു തത്വത്തെ തന്നെ മറ്റൊരു വിധത്തിൽ നോക്കിക്കണ്ടുകൊണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് പരിചയമുള്ള, എന്നാൽ അത്രയൊന്നും ആഴത്തിൽ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സംരംഭത്തെ നമ്മൾ പരിചയപ്പെടാനാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ അതിഥിയായി ബഹുമാനായ ഡോക്ടർ സുരേഷ് കുമാർ സാറുണ്ട്. സാറ് കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിന്റെ ഡയറക്ടറാണ്. പാലിയേറ്റീവ് മെഡിസിൻ എന്നുള്ള ഈ ഒരു സംരംഭത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് സംസാരിക്കുവാനായി സുരേഷ് കുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരു 10-20 മിനിറ്റ് കൊണ്ട് എന്താണ് പാലിയേറ്റീവ് കെയർ എന്നതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് പാലിയേറ്റീവ് കെയർ എന്നുള്ളതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും പാലിയേറ്റീവ് കെയർ എന്താണ് എന്നുള്ളതിനെപ്പറ്റി നിങ്ങളുടേതായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും. കുറെ പേരെങ്കിലും എനിക്കറിയാം ഇത്തരം പാലിയേറ്റീവ് കെയർ പാലിയേറ്റീവ് പരിചരണ രംഗത്ത് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുമാണ്. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ എന്താണ് ഇതിൽ ആക്ച്വലി ഇൻവോൾവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇതിൽ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു ഫിലോസഫി എന്നുള്ളതിനെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ലൈഡ് ഉണ്ട് അവിടെ, പക്ഷെ പിന്നിലിരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ലൈഫ് ടൈം റിസ്ക് എന്ന് പറയാറുണ്ട്. അതായത് ഒരു ജീവിതകാലത്ത് ഒരാൾക്ക് ഇന്ന അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ള പല അസുഖങ്ങളുടെ കാര്യത്തിലും നമ്മളിത് പറയാറുണ്ട് പലപ്പോഴും. ഉദാഹരണമായിട്ട് ഒരു ഹൃദ്രോഗം, ഹൃദയ സംബന്ധമായ ഒരു അസുഖം വരാനുള്ള സാധ്യത 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ, പുരുഷന്മാരിലാണെങ്കിൽ 2-ൽ ഒരാൾക്കും, സ്ത്രീകളിലാണെങ്കിൽ 3-ൽ ഒരാൾക്കുമാണ്. ഇതേപോലെ തന്നെ നമ്മൾ മറവി രോഗം പിടിപെടാനുള്ള സാധ്യത നമ്മുടെ ഇടയിൽ ഉള്ള 85 വയസ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മറവി രോഗം വരാനുള്ള സാധ്യത 2.5-1 അല്ലെങ്കിൽ 5-1 ഇതിനിടയിലാണ്. അപ്പോൾ നമ്മൾ അതായത് 5 പേര് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിലൊരാൾക്ക് മറവി രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ ക്യാൻസർ, ഡയബറ്റിസ്, പ്രമേയ രോഗം 5-1 നമ്മുടെ സമൂഹത്തിൽ 5-ൽ അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന 2000-ലധികം വരുന്ന സ്റ്റേജിലും പുറത്തൊക്കെ ആയിട്ടിരിക്കുന്ന 2500-ഓളം വരുന്ന ആൾക്കാരിൽ 500 പേർക്ക് പ്രമേഹ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഈ 500 പേര് ആരായിരിക്കും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഈ പറയുന്ന നമ്മൾ ഈ ഓരോരുത്തർക്കും ഈ 500-ന്റെ ഭാഗമാവാം, അല്ലെങ്കിൽ രോഗം വരാത്ത 2000-ന്റെ ഭാഗമാവാം. പാർക്കിൻസോണിസം, വിറയൽ രോഗം എന്ന് പറയുന്നത് 40-ൽ ഒരാൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു ജീവിതകാലത്ത് ഒരാൾക്ക് വന്നുപെടാവുന്ന അസുഖങ്ങളുടെ കാര്യത്തിൽ ലൈഫ് ടൈം റിസ്ക് എന്ന് പറഞ്ഞിട്ട് സാധാരണ മെഡിക്കൽ സയൻസിൽ
ഇത്തരം കണക്കൂട്ടുകൾ ചെയ്യാറുണ്ട്. അതായത് നമ്മളെ ഒരു പോപ്പുലേഷനിൽ ഒരു ജനസംഖ്യയിൽ എത്ര പേർക്ക് സാധ്യതയുണ്ട്. നമ്മളത് വേറൊരു കാര്യം നോക്കാണ്. ഇത് പറയുമ്പോൾ തന്നെ നമ്മളിവിടെ ഇരിക്കുന്ന 2000-ലധികം ആൾക്കാർ, നമ്മൾ മരണപ്പെടാനുള്ള സാധ്യത എത്രയാണ്? നമ്മൾ ഓരോരുത്തർക്കും, നമ്മൾ നേരത്തെ പറഞ്ഞു 5-ലൊരാൾക്ക് പ്രമേഹ രോഗം വരാൻ സാധ്യതയുണ്ട്, 40-ലൊരാൾക്ക് പാർക്കിൻസൺസ് വരാൻ സാധ്യതയുണ്ട്, 85 വയസ്സ് കഴിഞ്ഞാൽ 3-ലൊരാൾക്ക് മറവി രോഗം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ പലപ്പോഴും മറന്നുപോയി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും നമ്മൾ മറന്നു പോകുന്നതും പലപ്പോഴും നമ്മൾ നിത്യജീവിതത്തിൽ മറന്നു പോകുന്നതായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ മരണപ്പെടാനുള്ള സാധ്യത 100%. മനുഷ്യർ എന്നുള്ള അത് മനുഷ്യൻ ജനിച്ച കാലം മുതൽ അല്ലെങ്കിൽ മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ടെക്നോളജിയുടെയൊക്കെ എല്ലാവിധ പുരോഗതിയും വെച്ച് നോക്കിയാൽ പോലും ജീവിത ദൈർഘ്യം കൂടിയിട്ടുണ്ട്. പക്ഷെ മരണസംഖ്യ ഒരാൾക്ക് 1 എന്നുള്ളത്, അതായത് ജനിച്ചു കഴിഞ്ഞിട്ടുള്ള മനുഷ്യർ മരണപ്പെടാനുള്ള സാധ്യത 100%. അപ്പൊ ഇത് പലപ്പോഴും നമ്മളിത് പറയുമെങ്കിൽ തന്നെയും പലപ്പോഴും നമ്മുടെ ബോധത്തിൽ ഇത് ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാനത് ഒന്നുകൂടി എടുത്ത് പറയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1-2 കാര്യങ്ങളോട് പറയാനുണ്ട്. ഇപ്പം വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതിയെ പറ്റി ആൾക്കാർ പറയാനുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 50 വർഷത്തിനുള്ളിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ഫലമായിട്ട് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നാട്ടിലുണ്ടായിട്ടുള്ളത്. ഒന്ന്, അസുഖം കൊണ്ട് പെട്ടെന്ന് മരിച്ചു പോകുന്ന പല ആൾക്കാർ ഇപ്പോൾ അസുഖവുമായിട്ട് തന്നെ കുറെ അധിക കാലം ജീവിച്ചു പോകുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നേരത്തെ പ്രമേഹ രോഗികൾ നേരത്തെയൊക്കെ ആണെങ്കിൽ 10-50-55 വയസ്സിൽ മരിച്ചു പോകുമായിരുന്നു. HIV എയ്ഡ്സ് രോഗം ബാധിച്ച ഒരാൾ, ഞങ്ങളൊക്കെ പഠിക്കുന്നത് 80-കളിലൊക്കെയാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത്. ആ സമയത്തൊക്കെ ഞങ്ങൾ പഠിച്ചിരുന്നത് HIV രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു പോകുന്നതാണ്. ഇന്ന് ഞാൻ 15 വർഷമായിട്ട് HIV ബാധിതനായിട്ടുള്ള ആളെ പരിചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈദ്യശാസ്ത്രത്തിന്റെ ഒരു പ്രധാന പുരോഗതി, നമ്മൾ അസുഖങ്ങൾ ഇരിക്കെ തന്നെ അസുഖങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ജീവിച്ചു പോകുന്ന കാലാവധി കൂടി വരുന്നുണ്ട്, ദൈർഘ്യം കൂടിയിട്ടുണ്ട്. ഇതോടൊപ്പം ഇതല്ലാതെ വന്നുപെട്ടിട്ടുള്ള ഒരു വ്യത്യാസം, ഈ മരിക്കുന്ന രീതി, ഡൈയിങ് പ്രോസസ്, മരണം എന്ന് പറയുന്നത് വളരെ ദീർഘമായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആവുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും, ചിലപ്പോൾ വെന്റിലേറ്ററിൽ കിടന്നിട്ട് നേരത്തെ പെട്ടെന്ന് മരിച്ചു പോകുമായിരുന്ന ഒരാള് ഇപ്പൊ പലപ്പോഴും വെന്റിലേറ്ററിൽ കിടന്ന 1 ആഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ മറ്റ് ജീവരക്ഷാ ഉപകരണങ്ങൾ കൊണ്ട് കുറെ അധിക കാലം. അപ്പോൾ മരിക്കുന്ന രീതി, ഡൈയിങ് പ്രോസസ് നമ്മൾ പറയുന്നത്, അത് വളരെയധികം ദീർഘകാലമായിട്ട് നീട്ടിക്കൊണ്ടുപോകപ്പെടുന്നുണ്ട്. ഈ 2 പ്രധാന വ്യത്യാസങ്ങളാണ് കഴിഞ്ഞ 50 വർഷത്തിൽ വൈദ്യശാസ്ത്ര രംഗം മനുഷ്യരാശിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രധാന 2 വ്യത്യാസം. ഇത് രണ്ടും നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെ പണ്ടൊക്കെ നമ്മൾ ജീവിതവും മരണവും എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഓണും ഓഫും ഉള്ള പോലെയാണ്. നിങ്ങൾ ഒന്നുകിൽ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചിരിക്കുന്നു, സ്വിച്ച് ഓൺ അല്ലെങ്കിൽ ഓഫ്. ഇപ്പോ ഈ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ ഒരുപാട് പുതിയ സൗകര്യങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യ ഒരുപാട് വന്നതിന് ശേഷം നിങ്ങൾ പലപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുകയാണോ ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് നമുക്ക് ഉറപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരുപാട് മനുഷ്യരെ എത്തിക്കാറുണ്ട്. അതായത് നേരത്തെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് മരിച്ചു പോകുന്ന, ഇതിന് 2 ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ പറയാറ് മറ്റേ നമ്മുടെ ഡിജിറ്റൽ ക്ലോക്കും നമ്മുടെ അനലോഗ് ക്ലോക്കുമാണ്. ഒന്നൊരു പ്രോസസ്സാണ്, സൂചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേത് നമ്മളിപ്പം 11:13 കഴിഞ്ഞ 11:14 എക്സാക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ എക്സാക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് മാറിയിട്ട് ഇതൊരു പ്രോസസ്സായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വെന്റിലേറ്ററിൽ 80 വയസ്സായി സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗി ശ്വാസം വലിക്കുന്നുണ്ട്, ഹൃദയം അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇയാള് മരിച്ചുകൊണ്ടിരിക്കുകയാണോ ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ നമുക്ക് പറയാൻ പറ്റില്ല. അത് കുറെ കാലം കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ മെല്ലെ, നേരത്തെ ഒരു നിമിഷം കൊണ്ട് മരിച്ചുകൊണ്ടിരുന്ന ഒരാള് ഇപ്പൊ ഒരുപാട് സമയമെടുത്തിട്ട് മരിക്കും. ഇതൊരു അപൂർവമായിട്ടുള്ള കാര്യമല്ല. അതായത് നേരത്തെ അക്യൂട്ട് പെട്ടെന്നുണ്ടായിരുന്ന ഒരു സംഭവം ഇപ്പോ പ്രൊലോങ്ഡ് ആയിട്ട് മാറുന്നു. ഇത് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് പൊതുവെ ആൾക്കാർ മരിക്കുന്നത് എന്നുള്ള, നമ്മൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ വന്നിരുന്നിട്ട് മരണത്തെപ്പറ്റി സംസാരിക്കുന്നതിൽ ചിലർക്കെങ്കിലും ഒരു അപാകത തോന്നാം. പക്ഷേ ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇത് പറയാനൊരു അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ പറയാണ്. നമ്മൾ എങ്ങനെയാണ് മരിക്കുന്നത്, ഇതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റ നമുക്കിന്നുണ്ട്. അതായത് നമ്മുടെ ആകെ മരണപ്പെട്ടു പോകുന്ന ആൾക്കാരിൽ ഞാനിത് പറയുമ്പോൾ
മരണപ്പെട്ടു പോകുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പലരുടെയും മനസ്സിൽ മരണപ്പെട്ടു പോകുന്ന ഏതോ ഒരാളുടെ അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോൾ അസുഖത്തിൽ കിടക്കുന്ന ചിലരുടെ അല്ലെങ്കിൽ പ്രായമാരുടെ ചിലരെ പറ്റിയുള്ള ധാരണയാണ്. നമ്മൾ പറയുന്നത് നമ്മളെ പറ്റി തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും മരണപ്പെട്ടു പോകാനുള്ള മനുഷ്യരാണ് എന്നുള്ളത് കൊണ്ട് എങ്ങനെ മനുഷ്യർ മരിച്ചു പോകുന്നു എന്നുള്ള ഒരു കാര്യം സ്ലൈഡ് കാണുമെന്ന് എനിക്കറിയില്ല. അതായത് വളരെ പെട്ടെന്ന് യാതൊരു മുൻധാരണയുമില്ലാതെ പെട്ടെന്ന് മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണമായിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, രാവിലെ മരിച്ചു കിടക്കുന്നതായി കാണപ്പെട്ടു എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു ആലോചിച്ചിട്ടേ ഇല്ല, തിരിച്ച് മരണപ്പെട്ടിട്ട് കൊണ്ടുവരും. അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ഇത് ചിലപ്പോൾ ഒരു വലിയ ഹാർട്ട് അറ്റാക്ക് കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നതാവാം, ഒരു കൊലപാതകമാവാം. അപ്പൊ അങ്ങനെ വളരെ പെട്ടെന്ന് യാതൊരു വിധത്തിലുള്ള ഇതിനെപ്പറ്റിയുള്ള ഒരു ആലോചനയോ ആശങ്കയോ മുൻധാരണയോ ഇല്ലാതെ പെട്ടെന്ന് മരിച്ചു പോകുന്ന ആൾക്കാരുടെ എണ്ണം ലോകത്തിലാകെ മരണപ്പെടുന്നതിന്റെ 10% മാത്രമാണ്. 10% ആൾക്കാർക്ക് മാത്രമാണ് സഡൻ ഡെത്ത് എന്ന് പറയുന്ന അതൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, ഭാഗ്യമല്ലാതെ കാണുന്ന ആ രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. പക്ഷെ പെട്ടെന്നുള്ള മരണം അവിചാരിതമായിട്ടുള്ള മരണം സാധ്യമാവുന്നത് 10% ആൾക്കാർക്ക് മാത്രം. ബാക്കി 90% ആൾക്കാർ രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ ഒരു അസുഖം വന്ന് മെല്ലെ മെല്ലെ ശാരീരിക സ്ഥിതി മോശമായിട്ട്, ഉദാഹരണമായിട്ട് ക്യാൻസർ പോലെയുള്ള ഒരു അസുഖം ഡയഗ്നോസ് ഉണ്ടായി, അത് കഴിഞ്ഞ് മോശമായിട്ട് വരുന്നു. നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഈ രോഗിയെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന് പറയാവുന്ന ഒരു സ്ഥിതി, ആ മട്ടിൽ മരിച്ചു പോകുന്നുണ്ട്. അതല്ലെങ്കിൽ പ്രായാധിക്യം, മറ്റൊരുപാട് ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് വരും, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഹോസ്പിറ്റലിലേക്ക് പോകും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്രൈസിസ് ആയിട്ട് മരിച്ചു പോകുന്ന ആൾക്കാർ. നമ്മൾ 90% ആൾക്കാർ, നമ്മൾ ഈ ഇരിക്കുന്ന 2000 പേരിൽ 1800 പേരും ഒന്നുകിൽ ഈ രീതിയിലോ അല്ലെങ്കിൽ ഈ രീതിയിലോ കുറച്ചു കാലം കിടപ്പിലായിട്ട് മരിച്ചു പോകാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പൊ ഇത് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇത് ഒരുപാട് ഇത്തരം അവസ്ഥ, അതായത് മരണത്തിന് മുമ്പ് നമ്മൾ കിടപ്പിലായി പോകുന്ന അവസ്ഥ, കിടപ്പിലായി പോകാന്ന് പറയുന്നത് ചിലപ്പോൾ ഏതാനും ദിവസങ്ങളാവാം, ഏതാനും മാസങ്ങളാവാം, ചിലപ്പോൾ വർഷങ്ങളോളമാവാം. പക്ഷെ അത്തരം ഒരു അസുഖം വന്ന് അല്ലെങ്കിൽ ആ രീതിയിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ അത് മനുഷ്യരിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടാവുന്ന ബുദ്ധിമുട്ടുകളാണ്, പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ഇത് അമേരിക്കയിൽ നടന്ന ഒരു പഠനമാണ്. ആകെ ഇത്തരം കിടപ്പിലായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മരണത്തിന് ഒരു കൊല്ലം മുമ്പേ മനുഷ്യരിൽ 67%, 2 പേർക്കും ശാരീരികമായിട്ടുള്ള ശാരീരിക വേദനകൾ ഉണ്ടാവുന്നു, വലിയൊരു ശതമാനത്തിന് ശ്വാസം മുട്ടലുണ്ടാവുന്നു, വലിയൊരു ശതമാനത്തിന് കൺഫ്യൂഷൻ, സ്വബോധമില്ലാതെ ഇരിക്കുന്നു, ബെഡ്സോറുകൾ പുറത്ത് വ്രണം ഉണ്ടാവുന്നു, മലമൂത്ര വിസർജനം അറിയാതെ പോകുന്നു. ഇത്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് നമ്മുടെ ഈ പറയുന്ന 90% ആൾക്കാരും ഈ ഭൂമി വിട്ടുപോകുന്നത്. ഇതോടൊപ്പം തന്നെ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടല്. കാരണം നമ്മൾ അത്തരം ഒരാളോട് ഒരുപാട് ആൾക്കാർ ചെന്ന് സംസാരിക്കുകയോ ഇടപെടുകയോ ഒക്കെ ചെയ്യില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ചികിത്സ, ഓരോ അസുഖത്തിന്റെയും ചികിത്സ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ആ ചികിത്സ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ചികിത്സ കൊണ്ട് എന്താണ് രോഗിക്ക് ഗുണം, എന്താണ് ദോഷം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ഇത് തിരിച്ചറിയപ്പെടാത്തത് കൊണ്ട് ആരോഗ്യരംഗം, അത് ഡോക്ടർമാരായാലും ആശുപത്രികളായാലും ഈ കഷ്ടപ്പാടിലേക്ക് അവരുടെ വകയായിട്ടുള്ള ഒരു ഷെയർ കൂടി കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ഈ പാലിയേറ്റീവ് കെയർ, അതായത് നമ്മൾ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഈ അവസ്ഥയിലുള്ള, അതായത് ഒരു മാറാരോഗം ബാധിച്ച് ഇനിയുള്ള അങ്ങോട്ടുള്ള കാലം അസുഖം മാറിപ്പോവില്ല എന്നുറപ്പുള്ള മനുഷ്യര്, അതുപോലെ കിടപ്പിലായിട്ടുള്ള മനുഷ്യര്, അല്ലെങ്കിൽ മരണാസന്നരായിട്ടുള്ള മനുഷ്യര്, ഇവരുടെ ജീവിതത്തിൽ നമുക്ക് ബാക്കിയുള്ള മനുഷ്യർക്ക് എന്ത് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും, ഗുണപരമായി എന്ത് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയറിന്റെ. നിങ്ങൾക്ക് അറിയാണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് ഇത് നമ്മൾ സംസാരിക്കുന്ന മനുഷ്യര് നിങ്ങൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലോ അയൽപക്കത്തോ ആശുപത്രിയിലോ നിങ്ങൾ കണ്ടിട്ടുള്ള കിടപ്പിലായി കഴിഞ്ഞിട്ടുള്ള ഏതോ ഒരു രോഗിയല്ല. ഈ മനുഷ്യര് നാളെ നമ്മൾ തന്നെയാണ്. നമ്മളിൽ ഈ പെട്ടെന്ന് മരിച്ചു പോകാൻ സാധ്യതയുള്ള 10% ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികൾ കഴിച്ച് ബാക്കിയുള്ള മനുഷ്യരുടെ അവസ്ഥയാണിത്. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നത്, ഇവരുടെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് ഒരർത്ഥത്തിൽ നമുക്ക് തന്നെ വേണ്ടിയുള്ള ഭാവിയിലേക്കുള്ള ഒരു കരുതി വെക്കലാണ്.
അത് ഇത്തരം ഒരു സംവിധാനം, നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ഈ രംഗത്ത് വളരെ മോശമാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ഒരു സംവിധാനം നിലവിൽ വരിക എന്നുള്ളത് നാളെ എന്റെയും നിങ്ങളുടെയും ഒരാവശ്യമാണ്. പലപ്പോഴും ഞങ്ങൾ പാലിയേറ്റീവ് കെയറിൽ പ്രവർത്തിക്കുന്ന വളണ്ടിയർമാരും അല്ലെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരോടും ഒക്കെ ആൾക്കാർ നിങ്ങൾ വളരെ മറ്റുള്ളവർക്ക് വേണ്ടി വളരെ ത്യാഗസുരഭിലമായിട്ടുള്ള കാര്യം ചെയ്യാണെന്നൊക്കെയുള്ള മറ്റുള്ളവർ സംസാരിക്കാറുണ്ട്. പക്ഷെ ഞാൻ സാധാരണ പറയാനുള്ളത്, ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യമല്ല. മറ്റുള്ളവർ അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവുന്നുള്ളത് ശരിയാണ്, ഇത് നമുക്ക് വേണ്ടി തന്നെയുള്ളതാണ്. ഇത്തരം ഒരു സിസ്റ്റം, ഇത്തരം ഒരു സംവിധാനം നമ്മുടെ സമൂഹത്തിൽ നിലവിൽ വന്നില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ രംഗത്തൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു സംവിധാനത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. കുറച്ച് 2-3 കേരളത്തിലാണ് ഇന്ന് 3 ലോക രാജ്യങ്ങളിൽ ഈ സംവിധാനം, പാലിയേറ്റീവ് സംവിധാനം ഏറ്റവും അധികം വികസിച്ചു വന്നിട്ടുള്ളത്. നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവും. ആകെ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 3% മാത്രമാണ് മലയാളികളുള്ളത്. ഈ 3% മലയാളികൾ ഇന്ത്യയിൽ ഇന്ന് മൊത്തമുള്ള പാലിയേറ്റീവ് പരിചരണ സംവിധാനങ്ങളിൽ 90% ഈ 3% വരുന്ന മലയാളി പോപ്പുലേഷന്റെ ഇടയിലാണ്. നമ്മൾ ഒരുപാട് മുമ്പോട്ട് വന്നിട്ടുണ്ട് ഈ രംഗത്ത്. പക്ഷെ എന്തുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും 3 ലോകത്തിന് മാതൃകയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ഒരുപാടാണ്. അതായത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ സാധാരണ ജനങ്ങളുടെ ഇടപെടൽ എത്രമാത്രം വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങൾ കുറെ കൂടി ഫലപ്രദമാക്കാനും ഇതിൽ കുറെ കൂടി വളരെ മൂർത്തമായിട്ടുള്ള ഇടപെടലുകൾക്ക് സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി മലയാളിക്കുണ്ട്. കേരളത്തിലെ പാലിയേറ്റീവിന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ 1993 കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള പേനൽ പാലിയേറ്റീവ് സൊസൈറ്റിയാണ് ആദ്യത്തെ ഒരു സംരംഭം. അത് കഴിഞ്ഞിട്ട് 2008 ഒക്കെ ആവുമ്പോഴേക്കും 2004 ആവുമ്പോഴേക്കും 30 പ്രൊജക്ടുകൾ വന്നു. നെയ്ബർഹുഡ് നെറ്റ്വർക്ക് ഇൻ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ട് മലപ്പുറമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രൊജക്ടുകൾ, കമ്മ്യൂണിറ്റിയിലുള്ള സമൂഹത്തിലുള്ള ആൾക്കാരുടെ ഇടപെടൽ. 2008 കേരള സർക്കാർ ഒരു പാലിയേറ്റീവ് പരിചരണ പോളിസി കൊണ്ടുവന്നു. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലുകളും മറ്റ് പുതിയ പ്രൊജക്ടുകളുമായിട്ട് ഇന്ന് 2013 ആവുമ്പോഴേക്ക് 900-ലധികം പാലിയേറ്റീവ് പരിചരണ കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ ആകെ പാലിയേറ്റീവ് പരിചരണ കേന്ദ്രങ്ങൾ 1000 മാത്രമായിരിക്കുമ്പോൾ അതിൽ 900 എണ്ണം കേരളത്തിലുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു 3 മിനിറ്റിൽ ചുരുക്കി പറയാം. അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, നമുക്ക് എല്ലാവരും ഒരു ദിവസം മരിക്കേണ്ട ആൾക്കാരാണ്. അതിൽ 10-15% ആൾക്കാർക്ക് മാത്രമേ പെട്ടെന്നുള്ള മരണം സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കുറച്ചു കാലം കിടപ്പിലായിട്ട് മരിച്ചു പോകാനുള്ള ആൾക്കാരാണ്. ഈ കാലത്ത് നമ്മളെല്ലാ ആൾക്കാരും നമ്മൾ അതിനുള്ള സംവിധാനം ഉണ്ടായില്ലെങ്കിൽ നമ്മളെല്ലാ ആൾക്കാരും ഒരുപാട് ബുദ്ധിമുട്ടാൻ ഇടയുള്ള ആൾക്കാരാണ്. ഒരുപാട് ബുദ്ധിമുട്ടാനുള്ള ഈ അവസാന കാലത്ത് മനുഷ്യൻ കണ്ടമാനം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, ഈ നമ്മുടെ അവസാന കാലം, ഈ ലോകത്ത് നമ്മുടെ അവസാന കാലം, നമ്മളിപ്പോ ഈ 20 അല്ലെങ്കിൽ 25 താഴെയും 15-20 വയസ്സുള്ള ഒരു സംഘം ചെറുപ്പക്കാരെ മുൻനിർത്തിയിട്ട് ഞാൻ അവസാന കാലത്തെ പറ്റി പറയുമ്പോൾ, പക്ഷെ നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിത് പറയുന്നത്. നമ്മുടെ അവസാന കാലം അത്ര എളുപ്പമല്ല. അത് പല കാരണങ്ങൾ കൊണ്ടും എളുപ്പമല്ല. അതോടൊപ്പം കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാക്കി തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിട്ട് പോലും അത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നില്ല ഇത്തരം ആൾക്കാരുടെ സഹായത്തിന്. ഈ സഫറിങ്, അതായത് ഈ അവസാന കാലത്തെ സഫറിങ് എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സലാണ്, ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ്. അത് നിങ്ങൾ എത്ര സാമ്പത്തികമായിട്ട് എത്ര മുമ്പോട്ടുള്ളതായാലും, നിങ്ങളൊരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, ലേ പേഴ്സൺ ആയിക്കോട്ടെ, നിങ്ങളുടെ മതപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ സാമൂഹ്യമായിട്ടുള്ള ഒരു പരിസ്ഥിതി എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാവർക്കും ഒരുപോലെയാണ് ഇത്തരം ഒരു സഫറിങ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ എന്ന് നമ്മൾ പറയുന്ന അർത്ഥത്തിൽ വളരെ എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള, നമുക്ക് പുറത്തുള്ള ആൾക്കാർക്കും മറ്റ് വിഭാഗങ്ങളിലുള്ള ആൾക്കാർക്കും മറ്റ് സാമ്പത്തിക രംഗത്തുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇത്, നിങ്ങളൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിക്കോട്ടെ, നിങ്ങൾ മറ്റു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും ഈ ഒരു സഫറിങ് ഇതിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ നിങ്ങളുടെ പ്രായത്തെയോ നിങ്ങളുടെ സ്ഥാനമാനാദികളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സമൂഹത്തിലുള്ള ഒരു അവസ്ഥയെ ഒന്നും മാനിക്കുന്നില്ല. ഇത് ഇത്തരം ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ധനികനായാലും ദരിദ്രനായാലും പ്രൊഫഷണലായാലും നോൺ പ്രൊഫഷണലായാലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഒരേ ഒരു ഇതിൽ നിന്നൊരു അല്പം വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം സമൂഹത്തിലുള്ള ആൾക്കാരുടെ കൂട്ടായ്മയാണ്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ കണക്റ്റഡ്നെസ്, അന്യോന്യമുള്ള പാരസ്പര്യം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള നമ്മുടെ മനസ്ഥിതി, മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കാനുള്ള നമ്മുടെ മനസ്ഥിതി, ആൾക്കാരോട് സംസാരിക്കാനും ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കാനുമുള്ള മനസ്ഥിതി, മനുഷ്യർക്ക് മാനസികമായിട്ടും
ഇമോഷണലി വികാരപരമായിട്ടുള്ള സപ്പോർട്ട് നൽകാനുള്ള നമ്മുടെ ഒരു കഴിവ് അത് ഉപയോഗിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ഒരേ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഇടപെടലിന് നിങ്ങളൊരു പ്രൊഫഷണലായിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു സാധാരണ മനുഷ്യൻ, ഏത് മനുഷ്യർക്കും നിങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതിയോ വിദ്യാഭ്യാസ സ്ഥിതിയോ ഇതിനൊരു തടസ്സമാവുന്നില്ല, ഇതിനൊരു അനുകൂലമാവുന്നില്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിലപാടുകൾ മാത്രമാണ് ഇതിനൊരു ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ പാലിയേറ്റീവ് കെയറിൽ നമ്മൾ ചെയ്യുന്നത്. ഇത്തരം മനുഷ്യരുടെ അവരുടെ ബാക്കിയുള്ള ജീവിതകാലം, അത് മാസങ്ങളോ വർഷങ്ങളോ ദിവസങ്ങളോ ആവാം, മറ്റുള്ള ജീവിതകാലം അവർ കഴിയുന്നത് മനുഷ്യരെ പോലെ ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചനയും അതിനുള്ള പ്രവർത്തനങ്ങളുമാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് പാലിയേറ്റീവ് കെയർ. കുട്ടികൾ, സ്റ്റുഡൻസ് ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഇൻ പാലിയേറ്റീവ് കെയർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒരുപാട് കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. സമൂഹത്തിൽ എല്ലാവരും ഇടപെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആ സ്ലൈഡിൽ തന്നെ കാണുന്നത് കുട്ടികൾ രോഗികളുമായി ചേർന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്, ഒന്നിച്ച് നിന്നുള്ള സെലിബ്രേഷൻ. ഇത് രണ്ടുപേരുടെ ജീവിതത്തിലും ഞാനിത് പറയുമ്പോൾ ഇത്തരം ഒരു ഇടപെടൽ രോഗിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസത്തെ പറ്റി ഞാൻ പറഞ്ഞു. ഇത്തരം ഇടപെടുന്ന ആളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയാനും, നിങ്ങൾ ഏത് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയാനും, നിങ്ങളുടെ പലപ്പോഴും വളരെ അനാവശ്യമായിട്ടുള്ള ശാഠ്യങ്ങളും അനാവശ്യമായിട്ടുള്ള അഹങ്കാരവും ഒക്കെ ഒരളവോളം അത് തിരിച്ചറിയാൻ ഇത്തരം ഇടപെടലുകൾ നമ്മളെ ഒരുപാട് സഹായിക്കും. നമ്മൾ ക്യാമ്പസുകളിലൊക്കെയുള്ള വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ടീച്ചർമാരിൽ നമുക്കുള്ള കിട്ടുന്നൊരു ഫീഡ്ബാക്ക്, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികാസം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിലുള്ള നിലപാട്, അവർ കാര്യങ്ങളിൽ കാണിക്കുന്ന വിവേകം വളരെ വളരെ വ്യത്യാസമാണെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാക്കാവുന്ന ഒരു ഇടപെടലാണത്. കമ്പാഷൻ, അതായത് ഇപ്പോൾ പടത്തിലുള്ള ആളെ നിങ്ങൾക്ക് അറിയുണ്ടാവുമായിരിക്കും. പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അത് നിങ്ങൾ വളരെ സെലിബ്രിറ്റി ആവാം, അല്ലെങ്കിൽ വളരെ അറിയപ്പെടുന്ന മനുഷ്യരാവാം. പക്ഷെ ഈ ഒരു സ്ഥിതി, ഇതൊരു കോമൺ ഗ്രൗണ്ടാണ്. നമ്മൾ എല്ലാവരെയും ഏകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ട ഒരു സാധനമായെന്നുള്ളത് കൊണ്ടും ആർക്കും ഇതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും ഒരു കോമൺ ഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടേണ്ടതും ഒരു പൊതു ആവശ്യമാണ്. ഇത് നിങ്ങളുടെ വിശ്വാസം, അത് മതവിശ്വാസമായാലോ രാഷ്ട്രീയ വിശ്വാസമായാലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റും. നിങ്ങളുടെ മറ്റുള്ള സഹജീവികളോടുള്ള സ്നേഹം എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റും. നിങ്ങളുടെ ഒരു സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റും. ഒരു പല രീതിയിൽ, അതായത് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം, നമ്മൾ പറയുന്നത് ഇതൊരു പ്രത്യേക ആക്ടിവിറ്റിയായി മാറ്റണം എന്നല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റുന്നുണ്ട്. ഒരുപാട് പ്രോഗ്രാമുണ്ട്. ഉദാഹരണമായിട്ട് ട്രാക്സ് ഫീ ലീവ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിന്റെ പദ്ധതി. അതായത് നമ്മൾ ആൾക്കാരോട് പറയുന്നത്, അതിൽ എൻറോൾ ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ പറയുന്നത്, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ, ഇനിയുള്ള കാലം മുഴുവൻ ദിവസം 3 രൂപ ഇത്തരം രോഗികൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ആ 3 രൂപ മാറ്റിവെക്കുമ്പോൾ നമുക്ക് അവരെ പറ്റിയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക. ഒരു ആഴ്ചയിൽ ഒരു ദിവസത്തിൽ 10 മിനിറ്റ്, ഒരാഴ്ചയിൽ 1 മണിക്കൂർ സമയത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റും. ഇത്തരം എല്ലാവർക്കും ചെയ്യാവുന്ന, എല്ലാവർക്കും ഇടപെടാവുന്ന ഒരുപാട് പദ്ധതികൾ പാലിയേറ്റീവ് പരിചരണ രംഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഇത്തരം ഒരു ഇടപെടലുകൾ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അത് നമ്മുടെ ജീവിതത്തെ കൂടി മാറ്റിമറിക്കും. ഇതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറയാം. എന്റെ ഇമെയിൽ അഡ്രസ് അവിടെ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുള്ള സ്ഥാപനമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒഴിവ് സമയം കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വരാം, അവിടെ കാര്യങ്ങൾ സംസാരിക്കാം, കാണാം, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാം. ഇപ്പോൾ ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഇമെയിലിലേക്ക് ഇമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ drsureshkumar@gmail.com ആണ്. ഉത്തരം പറയാൻ തയ്യാറാണ്. താങ്ക് യു. വളരെ നന്ദി സർ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് സാമൂഹിക സേവനം വേണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം എന്ന ഒരു പരമ്പരാഗതമായ ഒരു സാമൂഹിക സേവന കാഴ്ചപ്പാടിനപ്പുറത്ത് നാം നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്, നമ്മുടെ മരണത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മളെ വളരെ ഹൃദ്യമായി ഇവിടെ സുരേഷ് സാർ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി, നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സംഗതി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറേണ്ടതാണ്. ഇത് ജീവിതത്തിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കേണ്ട ഒരു ഭാഗമല്ല, ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് പാർശ്വഭാഗത്ത് നിൽക്കേണ്ടതുമല്ല, മറിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കേണ്ടതാണ്. അത് നമ്മളുടെ അക്കാദമികമായ തലക്കനം കുറയ്ക്കുവാൻ, അത് നമുക്കുള്ള ദുർവാശിയും ദുരഭിമാനവും ഇല്ലാതെയാക്കുവാൻ, നമ്മളിൽ നല്ല ഒരു പേഴ്സണാലിറ്റി രൂപപ്പെടുത്തുവാൻ ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് പാലിയേറ്റീവ് മെഡിസിൻ ആണെങ്കിലും
ഇതിന് സമാനമായി നടക്കുന്ന മറ്റു നോൺ അക്കാദമിക പ്രവർത്തനങ്ങളാണെങ്കിലും അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വരണം എന്ന ഒരു ആശയമാണ് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുന്നത് ഏതൊരു തലത്തിലാണ് എന്ന അദ്ദേഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ അതൊരു ഇടിമുഴക്കമായി തോന്നി എന്നുള്ളതാണ് എന്റെ അതിനോടുള്ള കമന്റ്. നമ്മളിപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണോ അതല്ല നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒരാൾ മരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തലത്തിനപ്പുറത്ത് നമ്മൾ ഇപ്പോൾ ജീവിതത്തിലൂടെ ആണുള്ളത്, അല്ല നമ്മൾ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന ഒരു പുതിയ തലത്തിലേക്ക് നമ്മൾ എത്തിക്കുവാൻ സുരേഷ് സാറിന്റെ ഈ ഒരു ഇടപെടൽ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മളുടെ അക്കാദമികമായ പഠന മേഖലയുടെ ഭാഗമായി നമുക്കുണ്ടാവേണ്ട ലക്ഷ്യബോധത്തെ പറ്റിയുള്ള ചർച്ചയിൽ ഒരു പുതിയ ഒരു ദിശ നിർണ്ണയിക്കുവാൻ ഈ ഒരു സംസാരം ഏറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥി പ്രതിനിധികളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇതിനെ സംബന്ധിച്ച അവരുടെ ഒരു ഫീഡ്ബാക്ക് നൽകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ചെന്നൈ IIT-യിലെ വിദ്യാർത്ഥി മുഹമ്മദ് അജ്മൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ അജ്മൽ, ചെന്നൈ IIT-യിൽ പഠിക്കുകയാണ്. സാറ് പറഞ്ഞത് വളരെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്റെ ക്യാമ്പസിന്റെ തൊട്ടടുത്ത മതിലാണ് അല്ലെങ്കിൽ തൊട്ടടുത്ത കോമ്പൗണ്ടിലാണ് അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അപ്പൊ ഞങ്ങൾ ചില ആളുകളെ ഇടക്ക് ഞാനും കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വീക്കെൻഡില് അവിടുത്തെ പീഡിയാട്രിക് സെഷനിൽ ചെല്ലും, അതായത് കുട്ടികളുടെ വിഭാഗത്തിൽ ചെല്ലും. അപ്പൊ നമ്മൾ അവിടെ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായ കാഴ്ചകളാണ്. നമ്മളൊക്കെ എത്രമാത്രം അനുഗ്രഹീതരാണ്, നമുക്കൊക്കെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായി ആ കുട്ടികളുടെ മുഖത്ത് നിന്ന് അവരുടെ ആ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അവര് വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും വളരെയധികം സന്തോഷത്തിൽ, ആ വേദനകളൊക്കെ മറക്കുന്ന പോലെ വളരെയധികം സന്തോഷത്തിൽ വളരെയധികം ആനന്ദിച്ചുല്ലസിച്ച് നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. നമ്മൾ അവരും തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും നമുക്ക് കാണുന്നില്ല. എന്നാൽ നേരെ മറിച്ച് ചെറുപ്പത്തിൽ തന്നെ ഇത്തരമൊരു രോഗം എന്തുകൊണ്ടോ അള്ളാഹുവിന്റെ വിധിപ്രകാരം അവർക്ക് ഉണ്ടായി എന്നതല്ലാതെ. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടുമ്പോൾ. അതല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരവും നമ്മുടെ മനസ്സിലെ ഞാനെന്നുള്ള ഭാവവും ഒക്കെ കുറഞ്ഞ് ഞാനും ഒന്നുമല്ല, എനിക്കും ഇത്തരം ഒരു അവസ്ഥ വരാൻ ഒരു സെക്കൻഡിന്റെ ഒരു അംശം മതി എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മളെ അത്തരം സ്ഥാപനങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതവും അതും ഒരിക്കലും അനശ്വരമല്ല, അതും നശ്വരമാണ് എന്ന യാഥാർത്ഥ്യമാണ്. വളരെ നന്ദി അജ്മൽ. എങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വലിയ ഒരു പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായി നമുക്കൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു എങ്ങനെ ഇത് വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നുള്ളത്. പക്ഷേ അജ്മലിന്റെ ഒരു സംസാരത്തോടു കൂടി അവരുടെ മനസ്സിലേക്ക് ഹൃദയസ്പൃക്കായ ഒരു സംഭാഷണമാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ സുരേഷ് കുമാറിന്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ലോകത്ത് തന്നെ ഈ ഒരു ആശയം പരിചയപ്പെടുത്തുന്നതിൽ വളരെയധികം പങ്കുവച്ചിട്ടുള്ള, ഇന്നും ലോകത്തുള്ള പല ഇന്റർനാഷണൽ കോൺഫറൻസുകളിലും ഈ ഒരു കേരള മോഡൽ അത് പരിചയപ്പെടുത്താനും പരിശീലിപ്പിക്കാനും നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിന്റെ വിലപിടിച്ച സമയത്തിൽ നിന്ന് നമുക്ക് വേണ്ടി അദ്ദേഹം നീക്കിവെച്ചതിന് ഉള്ള നന്ദി ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതേസമയം പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും, എല്ലാവർക്കും വ്യക്തിപരമായിട്ടല്ല മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ അതിനിവിടെ അവസരമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ചർച്ചയുടെ തുടർന്നു വരുന്ന ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. ഗേൾസിന്റെ ഭാഗത്തുനിന്ന് ഡോക്ടർ സുരേഷ് സാറിനോട് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിനിടയിൽ ഉണ്ടാകാവുന്ന ഏറ്റുമുട്ടലുകളോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ ഉന്നയിക്കാവുന്നതാണ്. സഹോദരിമാർ, നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ഭാഗമായി മാറേണ്ട ഒരു സംവിധാനത്തെ സംബന്ധിച്ച് നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ ഏറ്റെടുക്കണം എന്ന് സംസാരത്തിനിടെ സുരേഷ് സാർ സൂചിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായി നമ്മുടെ മോക്ഷത്തിനും ദൈവത്തിന്റെ പ്രതിഫലം കിട്ടുന്നതിനും സ്വർഗം പ്രവേശിക്കുന്നതിനും നമുക്ക് ഏറെ സഹായകമാകുന്ന ഒരുപാട് സാധ്യതകളെ കുറിച്ചാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ആരുടെയും ശബ്ദം ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതുകൊണ്ട്
ആരുമില്ല എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഈ ഒരു സന്ദേശം യഥാർത്ഥത്തിൽ ഇത്തരമൊരു പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് നീക്കിവെച്ചതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ചർച്ചയിലേക്ക് തന്നെ നമ്മൾ തുടർന്ന് പോവുകയാണ്. ഇവിടെ വിദ്യാർത്ഥികൾ ഓരോരുത്തരും നേരത്തെ തുടങ്ങിവെച്ച ചർച്ചയിൽ നേരത്തെ നമ്മുടെ സഹോദരൻ UK-യിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വന്ന നമ്മുടെ നവാസ്, അതേപോലെ തന്നെ ഇവിടെ ചർച്ച തുടങ്ങിവെച്ച മുഹമ്മദ്, പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് നജ്മ, അവരൊക്കെ ഊന്നി പറഞ്ഞൊരു വിഷയം, നമ്മളുടെ പഠനരംഗത്ത് കേവലം ഭൗതികമായ ഒരു ജോലിയുടെയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ഒരു മികവിന്റെയോ ലക്ഷ്യത്തിനപ്പുറത്ത് ദൈവപ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മതബോധം കയ്യിൽ കരുതിക്കൊണ്ടുള്ള ഒരു സമീപനം വേണമെന്നുള്ളതാണ്. അപ്പോൾ മതപരമായി നമ്മൾ വിദ്യാഭ്യാസത്തെ ഏത് രൂപത്തിൽ കാണേണ്ടതുണ്ട്, അതിന്റെ ഇസ്ലാമികമായ സമീപനം എന്തൊക്കെയാണ് എന്ന ചില സൂചനകളാണ് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഓഫ് ശരിയയിലെ വിദ്യാർത്ഥിയായ നമ്മുടെ മലയാളി സഹോദരൻ MSMന്റെ പ്രവർത്തകനാണ് അദ്ദേഹം. കുവൈറ്റിലെ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കുവൈറ്റ് ഇസ്ലാമിക് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ പ്രസിഡന്റ് കൂടിയാണ്. PN അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൽ ലത്തീഫ് വിശദീകരിക്കും. الحمد لله الذي تقدست عن الأشباه ذاته ودلت على وجوده آياته ومخلوقاته، وأشهد أن لا إله إلا الله وحده لا شريك له وسع الخلائق خيره ولم يسع الناس غيره، وأشهد أن سيدنا ونبينا محمد عبده ورسوله انفلق القمر شاهدا على نبوته وتفرق السحاب إكراما لإشارته، فصلى الله وسلم وبارك وأنعم عليه وعلى سائر من اقتفى أثره ومن تبعهم بإحسان إلى يوم الدين. أما بعد. സ്നേഹാദരണീയരായ വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MSM സംഘടിപ്പിക്കുന്ന പ്രോഫ്കോണിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഞാൻ പ്രോഫ്കോണിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമാണ്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഏറെക്കുറെ പോയിക്കൊണ്ടിരിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കുകയും മതവിദ്യാഭ്യാസം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള അതിന്റെ നേട്ടങ്ങൾ, അതിനെക്കുറിച്ചുള്ള കൃത്യമായ അവബോധമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ്. ഇതിൽ എനിക്ക് ഇപ്പോൾ പ്രോഗ്രാം നോട്ടീസിലൊക്കെ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ഫാക്കൽറ്റി ആണല്ലേ ശരിയ കോളേജിലെ, അപ്പോൾ അവർ അധ്യാപകനാണെന്നാണ് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഞാൻ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ്, ഉസൂലുൽ ഫിഖ്ഹിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം എൻ്റെ ഭൗതിക വിദ്യാഭ്യാസം 8ാം ക്ലാസ്സാണ്. ഞെട്ടിപ്പോയോ? എൻ്റെ ഭൗതിക വിദ്യാഭ്യാസം ഞാൻ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് 8ാം ക്ലാസ് പഠിച്ചിട്ട് പോയി ഇസ്ലാമിക് സ്റ്റഡീസ് 7 വർഷം പഠിച്ചു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുവൈറ്റിൽ. അവിടുന്ന് അതിനുശേഷം ബോർഡ് എക്സാം എഴുതിയിട്ട് അവിടുത്തെ കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ ശരിയ കോളേജിൽ തുടർ പഠനം നടത്താം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാൻ, ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ കേവല ഭൗതിക താല്പര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടതുകൊണ്ട് മാത്രം പറ്റുകയില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് 17ാം നൂറ്റാണ്ടിൽ അതേപോലെ 18ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്കറിയാം യൂറോപ്പിലുണ്ടായ എൻലൈറ്റൻമെന്റ്, ചർച്ചുകൾ വാഴ്ന്നിരുന്ന ഒരു കാലം. അവിടെ ചർച്ചുകൾ വാഴ്ന്നിരുന്ന ഒരു കാലം, എല്ലാം നിയന്ത്രിച്ചിരുന്നത് ചർച്ചയായിരുന്നു, എക്കണോമിക്കും അതേപോലെ പൊളിറ്റിക്കലും എല്ലാം. അന്നത്തെ കാലത്ത് അവരെ ചർച്ചിൽ നിന്ന് മോചനം, മതത്തിൽ നിന്ന് മോചനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തത്വചിന്തകന്മാർ കടന്നു വന്നു. ഈ തത്വചിന്തകന്മാർ പറഞ്ഞത് മതം മനുഷ്യന്റെ കേവലം ഇമാജിനേഷൻ മാത്രമാണെന്നും അതുകൊണ്ട് ഭൗതികപരമായ നേട്ടങ്ങൾ അതിൽ മതത്തിന് സ്ഥാനമില്ല എന്നുമാണ് അവർ വാദിച്ചത്. എന്നിട്ട് അവർ പറഞ്ഞു, നന്മയും തിന്മയും വേർതിരിക്കാൻ വേണ്ടി മതത്തെ നമുക്ക് ആധാരമാക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അവർ പറഞ്ഞത് പ്ലഷർ അതേപോലെ പെയിൻ, സന്തോഷം അതേപോലെ തനിക്ക് വേദന ഉണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ അത് തിന്മയും, സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നന്മയുമായി അവർ കണ്ടു. ഈ ഒരു സിദ്ധാന്തത്തിൽ നിന്ന് പിന്നീട് ഉടലെടുത്തു വന്ന ഡാർവിനിസം പോലെയുള്ള സിദ്ധാന്തങ്ങൾ, അദ്ദേഹമൊക്കെ പറഞ്ഞതെന്താ വെച്ചാൽ ശരിക്കും മനുഷ്യനിങ്ങനെ വെറുതെ ഉണ്ടായി ജീവിച്ചിങ്ങനെ മരിച്ചുപോകും, മൃഗങ്ങളൊക്കെ പോലെ അങ്ങനെയുള്ളൊരു ജീവി മാത്രം. അപ്പോൾ അവന് സാമൂഹ്യ ബാധ്യത ഒന്നുമില്ല.
പാവപ്പെട്ട ഒരുത്തന് കാൽക്ക് വീണിട്ട് കരഞ്ഞാലും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? അവനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ബാധ്യതയില്ല. അപ്പോ ഇത്തരത്തിലുള്ള ചിന്താഗതികളും സിദ്ധാന്തങ്ങളും ഒക്കെ മനുഷ്യന് തീരെ സാമൂഹിക ജീവി എന്നുള്ള അതിൽ നിന്ന് തന്നെ അവൻ എടുത്തു മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവൻ രക്ഷിതാവിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അവൻ അനുസരിക്കേണ്ടതുണ്ട്, ഏത് മേഖലയിലായാലും. എങ്കിൽ മാത്രമേ അവന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോ നിങ്ങൾക്കറിയാം, ഇപ്പോ ഒരു സ്ത്രീ അവരുടെ ശരീരം വിറ്റിട്ട് എന്തെങ്കിലും അവർക്ക് കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സിദ്ധാന്ത പ്രകാരം വ്യഭിചരിച്ചവന് അവന് ഗുണം കിട്ടി, അതേപോലെ ഈ സ്ത്രീക്ക് എന്ത് കിട്ടി? അതിനാവശ്യമുള്ള പൈസയും കിട്ടി. അപ്പൊ അത് ഓക്കെ, പ്ലഷറാണ് അവിടെ. അപ്പൊ ഇത്തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ മനുഷ്യകുലത്തിന് തന്നെ വലിയ വിപത്താണ്. മനുഷ്യകുലത്തിന്റെ തന്നെ അതിന്റെ എല്ലാ വളർച്ചയും തകർക്കുന്നതാണ്. അതുകൊണ്ട് കൃത്യമായി മതബോധം വളർത്തുക എന്നുള്ളതാണ് മനുഷ്യന്റെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഇതിന്റെ പരിഹാരം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ നമ്മുടെ പഠനത്തോടൊപ്പം ഉണ്ടാവേണ്ട മതബോധത്തിന്റെ ഒരു ആവശ്യകതയിലേക്കാണ് ചർച്ച ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നേരത്തെ ഇവിടെ സുരേഷ് സാർ തുടങ്ങി വെച്ച സംരംഭത്തോട് സ്വാഭാവികമായ പ്രതികരണങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നിലകൊള്ളുന്ന നിങ്ങളുടെ ക്യാമ്പസിനകത്ത്, നിങ്ങൾ വസിക്കുന്ന നിങ്ങളുടെ പ്രദേശത്ത് ഒക്കെയുള്ള ഇത്തരം സംരംഭങ്ങളുമായി നിങ്ങൾക്ക് സഹകരിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനു പുറമെ ഇത്തരം ഇനിഷ്യേറ്റീവുമായി നിങ്ങൾക്ക് സഹകരിക്കുവാനോ അതിൽ നിങ്ങളുടെ ഒരു ഷെയർ എടുക്കുവാനോ ഉള്ള സാഹചര്യങ്ങളുണ്ട്. സ്വാഭാവികമായി അത്തരം ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനായ ഡോക്ടർ സുരേഷ് കുമാർ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കും. ഞാൻ പറഞ്ഞു വന്നിരുന്നത്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് ആണല്ലോ എന്നുള്ളൊരു ആലോചന പലരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മൾ ഉണ്ടാവുന്നത്, ഇനി ഇത് കഴിഞ്ഞ് നമ്മളെ സ്വാഭാവികമായിട്ടുള്ള തിരക്കുകളിലേക്ക് പെട്ടുപോവുകയും ഇത് കഴിഞ്ഞ് അടുത്ത കൊല്ലം ഇതുപോലൊരു കോൺഫറൻസ് വരുമ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള മറ്റുള്ള ആലോചനകൾ മാത്രമായി പോവുകയും ചെയ്യും. കാരണം നമ്മൾ ഇത്തരം ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ ഒരു പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ചെറുതെങ്കിലും കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്തിൽ. അപ്പൊ ആ കൂട്ടത്തിൽ ഇതും മറന്നുപോകാനുള്ള ഒരു മറന്നുപോവില്ല, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് ആർക്കും ഒരു പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ആയിപ്പോവും. അപ്പൊ ഒരു അഭിപ്രായം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്, എന്തെങ്കിലും ഒരു രീതിയിൽ ഇത്തരം ഈ മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ വിദ്യാർത്ഥികളുടെ സമൂഹം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ ആണ് 3-ാം ലോകത്ത് ഈ ഒരു പ്രവർത്തനത്തിന്റെ പരിശീലനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത്തരം നിങ്ങളുടെ ആ ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ അത്തരം നിലപാടുകളെ പിന്തുണക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കും. പക്ഷെ എന്ത് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നിങ്ങളാണ് ആലോചിക്കേണ്ടത്. സ്വാഭാവികമായി ഈ രംഗത്ത് നിങ്ങളുടെ വളരെ അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ക്യാമ്പസിലെ ജീവിതത്തിനിടയിൽ പലപ്പോഴും ഒരുപാട് വർഷങ്ങൾ ക്യാമ്പസിന്റെ മതിൽക്കെട്ടിനകത്ത് ചെലവഴിക്കേണ്ടി വരുന്നവർ, പക്ഷെ പലപ്പോഴും ഫലപ്രദമായി നമുക്കത് എത്രത്തോളം നമ്മുടെ സമയം ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ക്യാമ്പസിലെ വലിയൊരു വെല്ലുവിളിയാണ്. സമയത്തെ വളരെ തേച്ചുമിനുക്കി ഉപയോഗിച്ചിരുന്ന, അളന്നു മുറിച്ച് ഉപയോഗിച്ചിരുന്നവർ പോലും ക്യാമ്പസിന്റെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വന്നുപെടുമ്പോൾ പലപ്പോഴും അതിനെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരാകാതെ പോവുകയും വളരെ വിലപ്പെട്ട സമയം നമുക്ക് വിഫലമായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ക്യാമ്പസിൽ എങ്ങനെ നമ്മുടെ ഇതൊരു യാഥാർത്ഥ്യമാണോ, ഈ ഒരു പ്രതിഭാസം എങ്ങനെയാണ് ക്യാമ്പസുകളിൽ പിന്നെ കാണപ്പെടുന്നത് എന്ന നിങ്ങളുടെ ഒരു പ്രതികരണം നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ലാത്ത നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള നമ്മുടെ സുഹൃത്ത് ജസീം ആ വിഷയത്തിൽ ഇടപെടും. അസ്സാം വലൈക്കും. ഞാൻ ജസീം, കോട്ടയത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂരിലെ 3-ാം വർഷ ബിടെക് വിദ്യാർത്ഥിയാണ്. ഇവിടെ സാറ് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ,
സമയത്തെ നമുക്ക് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം അല്ലേ സാർ? അപ്പോ ഒരു ബിടെക് പഠനം എന്ന് വെച്ചാൽ വളരെയധികം എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അത്. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. അതായത് വെച്ചാൽ ആദ്യത്തെ ഒരു സെമിസ്റ്റർ തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ടൈറ്റ് ഷെഡ്യൂളാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് ആ സമയത്തെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ഞങ്ങളുടെ ഇത്രയും കഴിഞ്ഞ വർഷം വരെ ഞങ്ങളുടെ കോളേജിൽ 2 ഇന്റേണൽ എക്സാം ആയിരുന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ സെമിസ്റ്റർ മുതൽ ഞങ്ങൾക്കത് 2 ഇന്റേണൽ എക്സാമും 1 മോഡൽ എക്സാമും ആയിട്ട് കൂട്ടുകയുണ്ടായി. ആകെപ്പാട് ഒരു സെമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 3 മാസം തികച്ച് 2 മാസം സംതിങ് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ആകെ ഒരു സെമിസ്റ്റർ എന്ന് പറഞ്ഞാൽ. അതിന്റെ ഇടയിൽ 2 ഇന്റേണൽ എക്സാം, 1 മോഡൽ എക്സാം, എല്ലാ 6 പേപ്പർ ഞങ്ങൾക്ക് ഉണ്ട്. 6 പേപ്പറിന്റെ 2 അസൈൻമെന്റ് വെച്ചിട്ട് ബാക്കിയുള്ള ഇതിന്റെ ഇടയിൽ പഠിത്തം എല്ലാം കൂടെ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു കൺഫ്യൂഷനിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥ ടൈം മാനേജ്മെന്റിനെ ബന്ധപ്പെട്ടുണ്ട്. സദസ്സിൽ നിന്ന് ഒരു അനുകൂലമായ ഒരു പ്രതികരണം നമ്മൾ ആഗ്രഹിക്കുന്നത്, സ്വാഭാവികമായി നിങ്ങളൊക്കെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാവരും ഒരു വളരെ ആവേശകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ചർച്ച എത്തിയിട്ടുണ്ട്. അതേ ആവേശം നിങ്ങളിൽ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ബഹുമാനായ അതിഥികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സദസ്സിന്റെ ഒരു നല്ല ഗമനത്തിന് വേണ്ടി ഇരിക്കണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇരിക്കുമ്പോൾ ഇനി ചെയറുകൾ ഗ്യാപ്പില്ല എന്ന് ഉറപ്പുവരുത്തി ഇരിക്കണം. ഇനി ചെയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടാവേണ്ടത് എഡ്ജുകളിൽ മാത്രമാണ്, വശങ്ങളിൽ മാത്രമാണ്. നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സീറ്റ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇരിപ്പിടം കിട്ടാൻ വേണ്ടി പരമാവധി ഗ്യാപ്പ് ഒഴിവാക്കി നിങ്ങൾ ഇരിക്കണം. 2 അറ്റങ്ങളിൽ മാത്രമാണ് കസേരകൾ ഇനി എംറ്റി ചെയറുകൾ ഉണ്ടാവേണ്ടത്. അവിടേക്ക് നമ്മുടെ വിദ്യാർത്ഥികളായ ആളുകൾ അങ്ങോട്ട് നയിക്കണം. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ സംഘാടകരായ നമ്മുടെ മുഴുവൻ ആളുകളും ഒരു ശ്രദ്ധ വേണം. ക്യാമ്പസിൽ സമയം നഷ്ടപ്പെടുന്നുണ്ട്,